കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഒരു വാരം ദുഃഖവാരമായിട്ട് ആചരിച്ചു. അതേപോലെ തന്നെ ഇന്നലെ നാം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ഒരു ദിവസമായിട്ട് അതിനെക്കുറിച്ച് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ക്രൂശിൻ്റെ വഴികളെക്കുറിച്ച് നാം ധ്യാനിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അടുത്ത് ക്രൂശിൽ വെച്ച് തന്നെ ജീവൻ വിട്ടു എന്നും നാം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പഴയ പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാതെ നാം കാത്തു സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശീകരണത്തെക്കുറിച്ച് നാം മാത്രം ആരാധിച്ച് പോകുന്നവരായിട്ടല്ല ഈ ഒരു ദിവസത്ത് നാം നാളെയാകുമ്പോൾ നാം ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പലവിധമായ ഇറച്ചികളും കാര്യങ്ങളെല്ലാം വെച്ച് നാം ഭയങ്കരമായിട്ട് ആഘോഷിക്കും. നല്ല പാട്ടുകൾ പാടും, ചർച്ചിൽ പോകും, എല്ലാം ചെയ്യും. പ്രിയ ദൈവ പൈതലെ, അങ്ങനെ ഒരു ആഘോഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസത്തിൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അതോ നാം വീണ്ടും പഴയ പാപത്തിലും പഴയ കള്ളം പറച്ചിലും അസൂയയിലും പിണക്കത്തിലും എല്ലാത്തിലും നാം ഇരിക്കുന്നോ എന്ന് നാം ഒന്നുകൂടെ നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കണം. നാം നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മുടെ വേണ്ടാതെ ദൈവകൽപ്പനയ്ക്ക് അനുസരണം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സ്വഭാവങ്ങളെയും നമ്മൾ തന്നെ ദൈവത്തോടു കൂടെ യേശുവിനോട് കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിട്ട് നാം പുതിയൊരു ജീവിതം ജീവിപ്പാൻ നാളെ ഈസ്റ്റർ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ പുതിയൊരു ഈസ്റ്റർ ആഘോഷിക്കുവാനും പുതിയൊരു ഉയർത്തലിന് പുതിയൊരു ജീവിതം ഉണ്ടാക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, അപ്പം ഞങ്ങൾ ഇന്ന് കർത്താവെ കാലിൽ ഞങ്ങളുടെ പഴയ സ്വഭാവമായ പഴയ പാപങ്ങൾ അങ്ങയോട് കൂടെ കർത്താവെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാനും പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതം ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.